പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിൽ പറയാതെ വെച്ച ഒരു രഹസ്യമുണ്ട്. അതായത് ഇ ഡിയുടെ മുമ്പിൽ 2 തവണ ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോൾ ആദ്യ തവണ അവ്യക്തമായ പല കാര്യങ്ങൾ പറഞ്ഞു. 2ാം തവണ പറഞ്ഞതിൽ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ഇ ഡി കണ്ടെത്തി. അപ്പോഴൊക്കെ മറച്ചു വെച്ച ഒരു കാര്യം, വീണയുടെ പേരിലുള്ള ഈ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തത് ആ കുടുംബത്തിൽപ്പെട്ട മറ്റാരോ ആണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇപ്പോൾ ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് വീണയുടെ ഹസ്ബൻഡായിട്ടുള്ള മുഹമ്മദ് റിയാസ് വൻതോതിൽ പണമിടപാടുകൾ നടത്തിയിട്ടുണ്ടോ, അതായത് എക്സാലോജിക്കിൻ്റെ പേരിൽ വന്ന പണം ഏതെങ്കിലും ഘട്ടത്തിൽ മുഹമ്മദ് റിയാസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? അതിൻ്റെ ചില തെളിവുകൾ ഇ ഡിക്ക് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലാണ് CMRലും എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഏറ്റവും കൂടുതൽ നടന്നത്. ഇതിൽ തന്നെ 2017 മുതൽ 2019 വരെയുള്ള കാലഘട്ടമായപ്പോഴേക്കും ഈ എക്സാലോജിക് കമ്പനിക്ക് സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടായെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2020 ജൂണിലാണ് മുഹമ്മദ് റിയാസ് വീണയെ വിവാഹം കഴിക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ വീണയുടെ ഈ സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ സാമ്പത്തികം വരുന്ന ആ ബാങ്ക് അക്കൗണ്ടുകൾ ഇതൊക്കെ മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം റിയാസിനെ വീണയുടെ കൂടെ കണ്ടു എന്നതിനപ്പുറത്തേക്ക് പിന്നീട് വലിയ പ്രതിരോധം ഒന്നും തീർക്കുന്നത് കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇ ഡിയുടെ അന്വേഷണം ഇനി മുഹമ്മദ് റിയാസിലേക്ക് കൂടി നീങ്ങുന്നു എന്ന് കരുതണോ? തീർച്ചയായിട്ടും മുഹമ്മദ് റിയാസിലേക്ക് അല്ലെങ്കിലും വരേണ്ടതാണ്. മുഹമ്മദ് റിയാസ്, എനിക്ക് തോന്നുന്നത് രണ്ട് തരത്തിൽ ഇതിനെടുക്കാം. ഈ പണം തീർച്ചയായിട്ടും ഭാര്യയുടെ അക്കൗണ്ടിൽ വന്നു കിടക്കുന്ന ഭീമമായ തുക മുഹമ്മദ് റിയാസിനെ പോലെ സാമ്പത്തിക താല്പര്യങ്ങളുള്ള ഒരാൾ ഉപയോഗിക്കുകയോ വഴി മാറ്റി വിടുകയോ മറ്റു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. റിയാസ് എങ്ങനെയാണ് പണം ഇരട്ടിപ്പിക്കാൻ കഴിയുക എന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരു ബിസിനസ് താല്പര്യം നന്നായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ റിയാസ് അത് ചെയ്തിരിക്കാനിടയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ മുഹമ്മദ് റിയാസിലേക്ക് ഇ ഡി സംശയിക്കുന്നത് പണം ഉപയോഗിച്ചു എന്ന തലത്തിലാവാം. കാരണം ചോദ്യം ചെയ്തു വരുമ്പോൾ തെളിവുള്ളതിനല്ലേ ഏത് അക്കൗണ്ടിലേക്കാണ് ഈ പണം പോയിരിക്കുക, ഇമ്മീഡിയറ്റ്ലി ഈ അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്ത് എങ്ങോട്ടാണെന്നൊക്കെ നോക്കിയിട്ടായിരിക്കും. പക്ഷെ എൻ്റെ ഒരു ബലമായ സംശയം, ആ പണം സുരക്ഷിതമായി ഒളിപ്പിക്കാനുള്ള പണിയായിരിക്കണം മുഹമ്മദ് റിയാസ് ചെയ്തത്. പണം വന്നത് എന്തായാലും മുഹമ്മദ് റിയാസ് ചെയ്തു കൊടുത്ത സേവനത്തിന്റെ പുറത്തല്ലല്ലോ. അപ്പോ മുഹമ്മദ് റിയാസിലേക്ക് കൂടി ഈ അന്വേഷണം ഒന്ന് ശ്രദ്ധ തിരിച്ചു വിട്ടാൽ പിണറായിക്ക് കുറച്ചുകൂടി ആയുസ് നീട്ടിക്കിട്ടും. ഇത് പിണറായി പറഞ്ഞിട്ടാണ് ഈ പണം വന്നത്, യാതൊരു തർക്കവുമില്ലല്ലോ. പിണറായി ചെയ്തു കൊടുത്ത സേവനത്തിന്റെ പ്രതിഫലമായിട്ടാണ് ഈ പണം വന്നത്. അതിപ്പോൾ ആർക്കും ഒരു തർക്കവുമില്ല. പക്ഷേ ആ പണം പിണറായിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനേക്കാളും സുരക്ഷിതമായി ഒന്നുകിൽ റിയാസിൻ്റേത് പോലും ആവില്ല. റിയാസിന് ബിസിനസ് പങ്കാളികളോ റിയാസിൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ റിയാസിൻ്റെ ലോബിയിലുള്ളവരോ ആയ ഒരുപാട് പേരിലേക്ക് ആ പണം മാറാൻ പറ്റും. അങ്ങോട്ട് പോയി എന്ന് വേണാൽ എന്ന് ആ അക്കൗണ്ടിലേക്ക് എങ്ങനെ പണം പോയി എന്ന് ചോദിച്ചാൽ അത് റിയാസിക്ക പറഞ്ഞിട്ടായിരിക്കും എന്ന് വീണ പറഞ്ഞിരിക്കാം. ഇതുകൊണ്ടുള്ള ഒരു ഗുണം എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഈ പിണറായി വിജയനെ എങ്ങനെയെങ്കിലും ഈ കേസിൽ ചോദ്യം ചെയ്യുന്നൊരവസ്ഥയിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള ബാധ്യത, കൊട്ടേഷൻ, അത് ഒരു ഡീല് പോലെ ഉറപ്പിച്ചിട്ടായിരിക്കും റിയാസും പോലും ചെയ്തിട്ടുണ്ടാവുക. അത് ഞാൻ ഏറ്റുകൊള്ളാം, എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിൽ പണം ഉണ്ടായിരുന്നു, ഏത് പണമാണ് എന്ന് തീർച്ചയായിട്ടും അവർക്ക് ബിസിനസ് ഉള്ളത് കൊണ്ട് ഏത് പണമാണെന്ന് എവിടെ നിന്ന് വന്നാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ആ പണം എടുത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ മറ്റു തരത്തിലുള്ള ബിസിനസ്സിന് ഉപയോഗിച്ചിട്ടുണ്ട്, എൻ്റെ ഇടപാടുകാർക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു നിൽക്കാം. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴും ഇത് പിണറായി വിജയൻ പറഞ്ഞ ഒരു അക്കൗണ്ടിലേക്കോ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിലേക്കോ ഈ പണം പോയില്ല എന്ന് തെളിയിക്കാനും കൂടി ഇവർക്ക് പറ്റും. അല്ല, ഇവിടെ ഈ CMRൽ നൽകി എക്സാലോജിക്കിന് പണം നൽകി എന്നുള്ള വസ്തുവാണ്. ഈ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ നിന്ന് വിവിധ ആളുകളുടെ പേരിലേക്ക് ഈ പണം പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വീണ തൈക്കണ്ടിയുടെ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് കോടികൾ ഒഴുകിയിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ ഇ ഡി പരിശോധിക്കുന്നത്. അങ്ങനെ ഇ ഡി പരിശോധിക്കണമെങ്കിൽ അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും തെളിവ് കിട്ടണമല്ലോ. അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിൽ 134 രേഖകൾ കിട്ടി. ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത് വീണയെ ചോദ്യം ചെയ്തത്. ആ സമയത്ത് SFIOയ്ക്ക് നൽകിയ മൊഴി, വീണ രണ്ടാമത് നൽകിയ മൊഴി, രണ്ടിലും വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ രണ്ടാമത് വീണ 29-ാം തീയതി ഹാജരാകേണ്ടതായിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ വിളിച്ചു വരുത്തി വീണയെടുത്ത് ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് തൊട്ടടുത്ത ദിവസം കരിമണൽ കർത്തയുടെ മകനായ ശരൺ എസ് കർത്തയെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് ശരൺ എസ് കർത്തയോട് പറയുന്നു, നിങ്ങൾ നൽകിയ മൊഴിയും വീണയുടെ മൊഴിയും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട്. അപ്പോൾ അവർ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു, ഞങ്ങൾ ഇന്ന സേവനങ്ങൾ നൽകിയതിന് എക്സാലോജിക്കിന് ഇത്ര പണം നൽകി, ഇതിൽ 2
1.78 കോടി നൽകി എന്നുള്ളത് വീണയും അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. അതെ. ആ പണം നൽകിയല്ലോ. ആ പണം എന്തിന് നൽകി? അതിനുശേഷം ഇന്ന കേസിന് പണം നൽകി. ആ പണത്തിന് നിങ്ങൾ ആദായ നികുതി വകുപ്പിൽ നിന്ന് ഇളവ് നേടിയിട്ടുണ്ട്. ശരിയാണ്, ഞങ്ങൾ ആ പണം നൽകി. അങ്ങനെയാണെങ്കിൽ ആ കോടികൾ മാഷ് പറയുന്ന പോലെ പിണറായി വിജയൻ പറഞ്ഞ മറ്റൊരു ബെനാമിയുടെ അക്കൗണ്ടിലേക്കോ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടാകും. ഇവിടെ മുഹമ്മദ് റിയാസിനെ പിടിച്ച് മുമ്പിലേക്ക് നിർത്തുന്നു. എന്നിട്ട് പറയുന്നു എൻ്റെ ഭാര്യയുടെ വ്യക്തിഗത അക്കൗണ്ടിൽ കിടന്ന പണം ഞാൻ എടുത്തു മാറ്റുന്നു. കാരണം ഇതിൽ പറയുന്നുണ്ട് 2017 മുതൽ 20 വരെയാണ് എക്സാലോജിക്കും CMRനും തമ്മിൽ ഈ സാമ്പത്തിക ഇടപാട് നടത്തുന്നത്. അപ്പോൾ വീണയുടെ രക്ഷിതാവ് എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. 20 ജൂണിൽ കല്യാണം കഴിഞ്ഞു. അതോടുകൂടി രക്ഷിതാവ് മാറി ഈ ഭർത്താവിലേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഭർത്താവും ഈ പണം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടാകും. അത് പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമോ അല്ലാതെയോ. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പൊളിറ്റിക്കൽ കരിയർ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മറ്റൊരാൾ സ്വയം ബലിയാടാകാനായിട്ട് പോകുന്നു. അതെ, ഒരു ഹ്യൂമൻ ഷീൽഡാണിത്. ഒരു മനുഷ്യ കവചം എന്ന രീതിയിൽ മുഹമ്മദ് റിയാസ് രംഗപ്രവേശം ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനും അത് ഏറ്റെടുത്തിട്ട് ഈ ഫാദർ ഇൻ ലോയെ രക്ഷപ്പെടുത്താൻ, പിണറായി വിജയൻ എന്ന വലിയ രാഷ്ട്രീയ കാരണഭൂതനെ രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമം എൻ്റേതായി നടത്തുന്നു എന്നൊരു ഇമേജ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാനായിരിക്കും ഒന്ന്. പിന്നെ ഈ 2017 തൊട്ട് ഭീമമായ തുക ഈ വീണ തൈക്കണ്ടിയുടെ അക്കൗണ്ടിലേക്ക് ഉദാരമായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന കാഴ്ച ആയിരിക്കണം ഒരുപക്ഷെ ഈ കല്യാണത്തിലേക്ക് നയിച്ചത്. ഒന്നും കാണാതെ പോയി ചാടുന്നവനല്ല മുഹമ്മദ് റിയാസ്. കാരണം ആ കല്യാണത്തിലേക്ക് എത്തിച്ച ശക്തികൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ കരിപുരണ്ട മൂലധന ശക്തികളാണ്. അതെ, അത് ഇതിനകം കേരളം അറിഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോഴും ആ ബന്ധം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിപ്പോ ഒരു കാര്യം ഉറപ്പാണ്, വീണ തൈക്കണ്ടിയുടെ അക്കൗണ്ടിലുള്ള പണം തീർച്ചയായിട്ടും മുഹമ്മദ് റിയാസ് ഉപയോഗിച്ചിട്ടുണ്ടാവും. മുഹമ്മദ് റിയാസ് അത് തൻ്റെതായ ചാനലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. പക്ഷെ ഇതുവരെ അത് ED കണ്ടെത്തിയില്ല. കണ്ടെത്തുന്നത് വരെ പറഞ്ഞിട്ടുമില്ല ആരോടും. പക്ഷേ EDക്ക് ഒരു സംശയമുണ്ട്. മൂന്നാമതൊരാൾ ഈ ബാങ്ക് അക്കൗണ്ടിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ വീണ പറയുന്ന ചില കാര്യങ്ങൾ എനിക്കറിയില്ല, ചില കാര്യങ്ങൾ ഇത് ആര് ചെയ്തു എന്ന് എനിക്കറിയില്ല എന്നൊക്കെ വീണ പറയണമെങ്കിൽ ആ വ്യക്തിഗത അക്കൗണ്ടിൽ നിന്ന് പണം മുഹമ്മദ് റിയാസ് മാറ്റിക്കാണും. ഇപ്പൊ EDയുടെ അടുത്ത അന്വേഷണം ഈ പണം മറ്റെന്തെങ്കിലും ബിസിനസ്സിൽ നിക്ഷേപിച്ചോ, ഏതെങ്കിലും ഫ്ലാറ്റ് മേടിക്കാനായിട്ട് ഉപയോഗിച്ചോ, അതല്ലെങ്കിൽ പ്രോപ്പർട്ടി മേടിക്കാനായിട്ട് ഉപയോഗിച്ചോ. അങ്ങനെയാണെങ്കിൽ ആ പണത്തിന്റെ സ്രോതസ് കണ്ടെത്തണമല്ലോ. എന്തിനാണ് ഈ പണം ഇട്ടുകൊടുത്തത്? അപ്പോൾ ഈ എക്സാലോജിക്ക് പറയും ഞങ്ങൾ ഇങ്ങനെ ഇന്ന സേവനം നടത്തിയത്. ശരി, അപ്പോൾ സ്വാഭാവികമായിട്ട് CMRൻ്റെ അടുത്തേക്കും നിങ്ങൾക്ക് ഇന്ന സേവനം തന്നോ? അത് ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഞങ്ങൾ ഇത്ര പണം കൊടുത്തു. അപ്പോൾ മുറുകി വരുന്നത് ഇത്രയും നാൾ വീണ ഒളിപ്പിച്ചു വെച്ച ഒരു രഹസ്യം പുറത്തു വന്നതോടുകൂടിയാണ്. അപ്പോൾ ആ രഹസ്യം പുറത്തു വരുമ്പോൾ ഇപ്പോൾ വീണയ്ക്ക് ഉൾപ്പെടെ സമൻസ് അയക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. മൂന്നാമത് ഒരു തവണ കൂടി വിളിച്ചു വരുത്തും. ആ മൂന്നാമത് വിളിച്ചു വരുത്തുമ്പോൾ നമ്മൾ ഇത്രയും കാലം പറഞ്ഞത് പിണറായി വിജയനെ കൂടെ വിളിച്ചു വരുത്തുന്ന അല്ല, മുഹമ്മദ് റിയാസിനെ വിളിച്ചു വരുത്താനുള്ള സാധ്യതയല്ലേ ED പുറത്തു വരും? തീർച്ചയായിട്ടും മുഹമ്മദ് റിയാസിനെ വിളിച്ചു വരുത്തും. പക്ഷെ മുഹമ്മദ് റിയാസിനെ വിളിച്ചു വരുത്തിയാലും എക്സാലോജിക്കിലേക്ക് CMRൽ നിന്ന് പണം വന്നത് എന്തിന് എന്ന ചോദ്യം ഉണ്ടല്ലോ. അത് ഏതായാലും മുഹമ്മദ് റിയാസിന് പങ്കുമില്ല ഇതിനകത്ത്, ഒരു പങ്കുമില്ല പണം വരുത്തിയതിന്. കാരണം മുഹമ്മദ് റിയാസിന്റെ കയ്യിലുള്ള ഇപ്പൊ പിന്നീടാണല്ലോ അദ്ദേഹം കല്യാണം കഴിക്കുന്നത് 20-ലാണ്, മന്ത്രിയാകുന്നത് 26-ലാണ് അല്ലേ? 20 ജൂൺ 15 മറ്റോ അല്ല, കല്യാണം കഴിക്കുന്നത് 20-ന് അല്ലേ? അതെ, മന്ത്രിയാകുന്നത് 21-ലല്ലേ? അതെ, അടുത്ത 21 മന്ത്രിയാവുന്നു. അതൊക്കെ ഇതെല്ലാം കൂടി വളരെ പ്ലാൻഡ് ആണ്. അതായത് അടുത്ത തവണ മത്സരിക്കാൻ നിന്നെക്കാളും ചാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ചൂലിനെ നിർത്തിയാൽ ജയിക്കുന്ന സീറ്റാണ് ബേപ്പൂര്. അത്ര സുരക്ഷിതമായൊരു സീറ്റിലല്ലാതെ ഇവൻ നിന്നാ ജയിക്കുകയില്ല. സ്വന്തം വീട്ടിൽ നിന്നാ ജയിക്കൂല. അതാണ് സ്ഥിതി. കോർപ്പറേഷനിലേക്ക് തോറ്റയാളാണ്, ലോക്സഭയിലേക്ക് തോറ്റയാളാണ്, കോഴിക്കോട്ടെ CPMകാർക്ക് കണ്ടുകൂടാത്ത ഒരാളാണ്. അയാളെ കൊണ്ടുപോയി ബേപ്പൂരിൽ നിർത്തിയാൽ നിവൃത്തികേട് കൊണ്ടെങ്കിലും അവർ ജയിപ്പിക്കും. അതായിരുന്നു അതിന്റെ സ്ഥിതി. അപ്പം ബേപ്പൂർ സീറ്റ് കൊടുത്തു, ജയിപ്പിക്കുന്നു. മാത്രമല്ല കന്നി MLA ആയി വന്ന് മന്ത്രിയാവുന്നു. ഇതൊക്കെ സംഭവിക്കുന്നതിന്റെ പിന്നിൽ എന്താണ്? ഇതൊക്കെ കാൽക്കുലേറ്റഡ് ആണ്. അല്ലെങ്കിൽ ആരോ അന്ന് പറഞ്ഞില്ലേ ഈ സ്ത്രീധനമാണ് മന്ത്രിപ്പണി എന്ന് പറഞ്ഞില്ലേ? അതിനൊക്കെ സാധ്യതയുണ്ട്. കാരണം ഇതൊക്കെ വെൽ പ്ലാൻഡ് ആണ്, കണ്ടീഷൻഡ് ആണ്, നേരത്തെ പ്രീ കണ്ടീഷൻഡ് ആണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇപ്പൊ നടക്കുന്ന ഒരു അവസാനത്തെ പരീക്ഷണമാകാനേ സാധ്യതയുള്ളൂ. ഒരു പക്ഷേ EDക്ക് നേരത്തെ ഇത് കിട്ടിയിരിക്കണം. ഈ പണം ഏതൊക്കെ വഴിക്ക് പോയി, ആ അക്കൗണ്ട് ആരുടേതാണെന്നൊക്കെ നോക്കിയിട്ടുണ്ടാവും. പക്ഷേ അത് മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടാണ് എന്ന ഒരു മറുപടി ഇപ്പോൾ ഒടുവിൽ വീണയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതെന്തിനാണ്? ഒരു വട്ടം കൂടി പിണറായി വിജയനിലേക്ക് ചോദ്യം ചെയ്യൽ നീണ്ടുപോവാതിരിക്കാനുള്ള അവസാന വട്ടത്തെ സാഹസികമായ ഒരു പരിശ്രമമായിട്ട് അതിനെ കാണാനുള്ളൂ. അതുകൊണ്ട് റിയാസിനെ വെച്ചിട്ട് പിണറായിയെ രക്ഷിച്ചു കളയാം എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. ഒരു പക്ഷേ റിയാസ് ഒന്ന് ഏറ്റെടുത്ത് നോക്കും.
അതും ഒരു ഡീലായിരിക്കും കേട്ടോ. റിയാസ് വെറുതെ ഒന്നും ഏറ്റെടുക്കാൻ സാധ്യതയില്ല. ആ ഡീലില് റിയാസ് ഒരു അവസാനത്തെ ബിസിനസ് കൂടി നടത്തി നോക്കാം എന്നായിരിക്കും. അതിനപ്പുറത്തേക്ക് ഈ കുടുംബ ബന്ധം, ഈ പ്രണയബന്ധം, ഈ കല്യാണം, ഇടപാടുകൾ, അക്കൗണ്ട്, ബിസിനസ് എത്ര കാലം എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.